നാളെ ബട്ടൺ അടിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് തയ്യക്കാരന്മാർ പറയാണ്, നിങ്ങളാണ് തയ്യക്കൂലി കുറച്ച് വാങ്ങിക്കുന്നതെന്ന് ആളുകൾ സംസാരം. അപ്പം ഞാൻ പറഞ്ഞു, അവൻ അറ്റാക്ക് ഉള്ളവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ കേട്ടു, നീ എത്ര രൂപയ്ക്ക് മരുന്ന് വാങ്ങിക്കും? മരുന്ന് എത്ര രൂപ? അതാണ് 250 രൂപ ആവും. ഞാൻ പറഞ്ഞ അത്രയും കുറച്ചാണ് ഞാൻ വാങ്ങിക്കുന്നത്. മരുന്ന് വേണ്ട, എനിക്ക് മരുന്ന് വേണ്ട. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു സായനപത്രം വായിക്കും. ഇത് വായിക്കാൻ കുറെ പേര് കൂടെ വരും. ഇത് വായിച്ച് കഥകൾ പറഞ്ഞു ഇതിന്റെ ചർച്ച. 2-3 ജോലിയുള്ള പെൻഷനായ ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു വൈകുന്നേരം വന്ന ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ കൊണ്ട് പറഞ്ഞിരിക്കും. ചിലപ്പോ എല്ലാരും കൂടെ ഒരുമിച്ച് പോയി ഒരു ചായ കുടിക്കും. നമസ്കാരം, കൈപള്ളിപ്പോയി കേരള കോളിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നെയ്യാറ്റിൻകര ടൗണിലെത്തി. നെയ്യാറ്റിൻകര ടൗൺ അതിഗംഭീരമായ ഒരു ടൗണാണ്. വലിയൊരു വാണിജ്യ സമുച്ചയം, KSRTC സ്റ്റാൻഡ്, ഏതാണ്ട് കുറേ വർഷങ്ങൾ പഴക്കമുള്ള, അതായത് 30 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഒരു കെട്ടിടം. അപ്പോൾ അവിടെ CR ടൈലേഴ്സ് ഇങ്ങോട്ട് വന്നേ. CR ടൈലേഴ്സ് എന്ന് പറയുമ്പോൾ ഇതുണ്ട്, എൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു CR ഉണ്ട്. അപ്പോൾ ഈ CR-ഉം ആ CR-ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ CR ടൈലേഴ്സിലോട്ട് കൊണ്ട് കയറാൻ പോവുകയാണ്. നമസ്കാരം ചേട്ടാ, ജോലിയിലാണ്? ഇരിക്കാം, കുഴപ്പമില്ല. എന്താണ് ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത്? പാൻറ്റോ ഷർട്ടോ? പണി നടക്കട്ടെ, ഞങ്ങൾ ശല്യപ്പെടുത്താൻ വന്നതല്ല. നമ്മളെ ജോലിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ ആവശ്യക്കാർക്ക് വല്ലതും പറഞ്ഞു കൊടുക്കണമല്ലോ, മനസ്സിലാക്കി ജീവിച്ചിട്ട് കാര്യമില്ല അല്ലേ? അതെ അതെ. ചേട്ടന്റെ പേര്? എന്റെ പേര് രഘുനാഥ്. രഘുനാഥ്. ഇവിടെ എത്ര വർഷമായിട്ട് ഈ കട തുടങ്ങുന്നു? ഞാൻ കട തുടങ്ങിയിട്ട് 35 വർഷമായി. കറക്റ്റ്. ഇവിടെ 35 വർഷമായിട്ട് ഈ കടയിലിരിക്കുകയാണ്. ഈ കടയിലിരിക്കുകയാണ്. ഇത് ആ ഒരു മനുഷ്യന്റെ ആയുസ് 35 വർഷം ഇവിടെ ഇരിക്കാന്ന് പറയാം. ഇവിടെ ഇരുന്നിട്ടായിരിക്കും കല്യാണം കഴിച്ചത്. അതിന് ശേഷം തന്നെ കല്യാണമൊക്കെ കഴിച്ചു. മക്കളുണ്ടായതിനു ശേഷമായിരിക്കും. മക്കളെ എല്ലാം നല്ല ലെവലിൽ പഠിപ്പിക്കാൻ അവരെ കെട്ടിച്ചു വിട്ടു. സെക്രട്ടേറിയറ്റിലാണ് ജോലി. എന്റെ മോക്ക് കെട്ടിച്ചു. നിയമവകുപ്പിലാണ്. നിയമവകുപ്പിൽ ജോലിയാണ്. എന്തെങ്കിലും നിയമ സംരക്ഷണം വേണമെങ്കിൽ ചേട്ടനോട് സമീപിക്കാം. മോള് ഉണ്ട്, സെക്രട്ടേറിയറ്റിലുണ്ട്. പിന്നെ അവിടെ SI ആണ്. അത് ശരി. സെക്രട്ടേറിയറ്റിൽ തന്നെ SI. നിയമവകുപ്പും നിയമ സംരക്ഷണ വകുപ്പും പോലീസും, നിയമപാലകനും നിയമവകുപ്പും, അതാണ് കറക്റ്റ്. കൊച്ചുമോള് MBBS പഠിക്കുന്നു. കൊച്ചുമോൾ MBBS പഠിക്കുന്നു. അത് സർക്കാർ കേന്ദ്രത്തിന്റെ ചിലവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കണ്ടോ, ഭാഗ്യവാനുമായിട്ടുള്ളൊരു മനുഷ്യൻ, സന്തോഷവാനായിട്ടുള്ള മനുഷ്യൻ. ആ മുഖത്ത് ആ തെളിച്ചമുണ്ട്, ആ സന്തോഷമുണ്ട് ഇല്ലേ? ചേട്ടനെ പോലൊരു തയ്യക്കാരനുണ്ട്, ഇന്ദ്രൻസ്. അദ്ദേഹത്തിന് വലിയൊരു സിനിമാ നടനാണ്. അദ്ദേഹത്തിന്റെ മക്കൾ ഇതുപോലെയൊക്കെ വലിയ ആളാണ്. അപ്പൊ ഇതുപോലെ തയ്യലിലൂടെ നൂലിലും സൂചിയിലും ജീവിതം തുന്നിച്ചേർത്ത് വളർന്ന ആളാണ്. അപ്പൊ ചേട്ടനും അതുപോലെ തന്നെ സൂചി കൊണ്ട് നൂല് കൊണ്ട് ജീവിതം തുന്നിച്ചേർത്ത് കൊച്ചുമകൾ MBBS. ഒരു മോളെ ഉള്ളോ? 2 മോള്. ഇളയമോൾക്ക് ജോലിയായില്ല, കഴിഞ്ഞു. ഇനിയിപ്പോ ഏതെങ്കിലും അവിടെ അധ്യാപികയാവും. മറ്റേ നീറ്റോ സെറ്റോ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. കിട്ടും, താമസിയാതെ കിട്ടും. ചേട്ടന്റെ അധ്വാനത്തിന് ഫലം കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പൊ ഭാര്യ വീട്ടുകാരത്തിയാണ്. ശരി. അപ്പൊ ഇവിടെ ചേട്ടനും ഇളയമോള് മാത്രമേ ഉള്ളൂ? ശരി ശരി ശരി. ഇളയാളും വിവാഹം കഴിച്ചു? രണ്ടുപേരും വിവാഹം കഴിച്ചു. പിന്നെ ഇനി തച്ചാലായി, തച്ചില്ലെങ്കിലായി, വിഷമമായി, കൊച്ചുമക്കളെ താലോലിക്കലായി, അതൊക്കെ തന്നെ പരിപാടി. ഇതിനിടെ ചുമ്മാ ഇരിക്കാൻ വയ്യ. 2 പയ്യന്മാരുണ്ട്, വീട്ടിൽ ഇരുന്നാണ് തയ്ക്കുന്നത്. കട്ട് ചെയ്ത് കൊടുത്തേ വെറുതെ ഞാൻ ഇരിക്കില്ല. ആ സമയമുള്ളപ്പോൾ നമ്മള് അവര് വീട്ടിൽ നിന്ന് തച്ചു തരും, നമ്മള് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മള് കട്ട് ചെയ്ത്. അപ്പൊ ഈ കട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ പോലെ പരിചയമുള്ളവർക്ക് പറ്റും.
അപ്പൊ ഇപ്പോഴീ തയ്യലിലേക്ക് വലിയ ആളുകളൊന്നും വരാറില്ല. ശിഷ്യന്മാർ വല്ലവരും ഉണ്ടായിരുന്നു ചേട്ടൻ? ശിഷ്യന്മാർ കൂടെ നിന്ന് പണ്ട് കൂടെ നിന്ന് പഠിച്ചിട്ടുണ്ട് പലരും. ഇപ്പൊ ആരും വരാറൊന്നുമില്ല. ഇപ്പൊ തയ്യൽ ആരും പഠിക്കും. പഠിക്കാനായിട്ട് ആരും ഇല്ല. ഈ റെഡിമെയ്ഡ് ആണെങ്കിൽ പോലും തയ്ക്കണം. പൈസ ഇത് കുത്തിയിരുന്ന വലിയ കഷ്ടമാണ്. ക്ഷമയുള്ളവനെ പറ്റും. അതെ അതെ അതെ. ക്ഷമേര നെല്ലിപ്പല കണ്ടവനെ ഇത് അല്ലാത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകും. അതെ അതെ. ഒരു 35 വർഷമായിട്ട് തയ്യൽ പണി ചെയ്ത് ഒരു കുടുംബം, അവരുടെ 2 മക്കൾ, അവരുടെ വിവാഹം കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. അങ്ങനെയും പറ്റും. അല്ലാതെ കള്ളക്കടത്ത് നടത്തിയാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഒന്നുമില്ല. ആഗ്രഹം പിള്ളേരെ നല്ല പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം, അവർ നല്ല പഠിക്കുകയും ചെയ്യും. അതെ അതെ, അതൊക്കെ അച്ഛൻ്റെ അധ്വാനം അവർ കാണുന്നില്ലേ. സെക്രട്ടറി ജോലിയുള്ളവള് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായതാണ്, എന്നിട്ടാണ് ജോലി കിട്ടിയത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മുടെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് കേട്ടോ, നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുക, സത്യസന്ധമായിട്ട് അധ്വാനിക്കുക, അതിനൊരു റിസൾട്ട് കിട്ടും. അതിന് നമ്മൾ പിള്ളേരെ അടിച്ചു പഠിപ്പിക്കണമെന്നോ വേറെ ജോലി കൈക്കൂലി കൊടുത്ത് ജോലി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു അധ്വാനത്തിന് കർമ്മഫലം നമ്മുടെ മക്കൾക്ക് കിട്ടും. പക്ഷെ എന്റെ കർമ്മം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു, നമുക്ക് വലിയ കർമ്മം കിട്ടുന്നില്ല. പിന്നെ 35 വർഷം, അപ്പൊ ഇനി കഥയിലേക്ക് വരാം. 35 വർഷത്തിന് മുമ്പ് ഇവിടെ വരുമ്പോ നെയ്യാറ്റിൻകര എങ്ങനെയായിരുന്നു? അന്ന് വരുമ്പോ എന്തുണ്ട് ഇവിടെ? ഈ ബിൽഡിംഗ് ഉണ്ട്, ആദ്യമായി ചാടിയും കയറി. അന്ന് എത്ര രൂപ വാടകയായിരുന്നു? പിന്നെ 300 രൂപ വാടക. ഇപ്പൊ 3000. അത്രേ ഉള്ളു. ശരി, പോലീസ് കമ്മീഷണറാണ്. വലിയ വാടക ഒന്നും വലിയ അത്യാവശ്യമൊന്നുമില്ല, കൂട്ടത്തോളൂ. അങ്ങനെ കൂടി കൂടി വന്നിട്ട് 3000 ആയാലും. ഇപ്പൊ 3000 എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചിരിക്കും. ഇനി ഇതുപോലെ സെന്ററിൽ അങ്ങനെയുള്ള റേഞ്ച് വരെ ഉണ്ട്. അതെ അതെ. അപ്പൊ അന്ന് കടകളൊന്നുമില്ല, തയ്യൽ. ഇതിപ്പോ ചേട്ടൻ്റെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ ആരൊക്കെ ആയിരുന്നു? സ്റ്റോർ തന്നെ ഇപ്പോഴും ഉള്ളത്. ഇത് ബീൽ ലക്ഷ്മണ അതിന് ശേഷമാണ് മതിയാക്കി. അപ്പൊ ഈ ഇപ്പൊ നെയ്യാറ്റിൻകരയിൽ ഒരു തിരക്കും ബഹളവും ഒരു വലിയ സംഭവമായിട്ട് മാറിയിട്ട് എത്ര കാലമായി? ഡെവലപ്പായിട്ട് ഒരു 10 വർഷമേ വരും. ആളുകൾ അറിയത്തക്ക രീതിയിലായി. ബസ് സ്റ്റാൻഡൊക്കെ വന്നു, KSRTC അല്ലേ? ആ കറക്റ്റ് ആണ്. CR എന്നെങ്ങനെ വന്നു? ഈ CR, എന്റെ പേര് CR രഞ്ജിത്ത് എന്നാണ്. എന്റെ പേര് രഞ്ജിത്ത്, CR രഞ്ജിത്ത്. ചെങ്കിലത്ത് രവി രഞ്ജിത്ത് എന്നാണ് എന്റെ പേര്. എന്റെ അച്ഛന്റെ പേര് ചെല്ലപ്പൻ. എന്റെ അതാണ് ഇനിഷ്യൽ CR രഘു. രഘുവിന്റെ ആദ്യത്തെ CR. അത് ഞാൻ CR രഞ്ജിത്താണ്. എനിക്ക് CR ഉണ്ട്. അപ്പൊ CR ഞാൻ അങ്ങനെ മോതിരത്തിൽ അടിച്ചിട്ടോണ്ട് നടക്കുക. അപ്പൊ നമ്മള് കറക്റ്റ് CRൽ എത്തി. ഇവിടെ ഏത് വകുപ്പിലാണ് ഈ CR ഒന്നാന്ന് അറിയണമല്ലോ. എന്തായാലും അതൊക്കെ ഒരു രസം, തമാശ, സന്തോഷം. അപ്പൊ മെഷീനൊക്കെ ഒരുപാടുണ്ട്. ഇതൊന്നും 35 വർഷം പഴക്കമുള്ള മെഷീൻ അല്ലേ? ഇതൊക്കെ പുതിയ ഐറ്റംസ്. രീതിയിൽ നമ്മൾ ചെയ്യാതെ അല്ലെങ്കിൽ ഡൗൺ ആയി. അതെ അതെ. പിന്നെ നമ്മൾ ആള് പഴയതാണെങ്കിലും ഐറ്റംസ് പുതിയത് വേണം. ഐറ്റം പുതിയത് വേണം. ആ പയ്യന്മാര് വന്ന് ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അതെ അതെ. മറ്റേത് അറിയാവോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റും. നമുക്ക് കിട്ടില്ല. എനിക്ക് കൂടുതലും പോലീസിന്റെ പണിയാന്ന് പറഞ്ഞത്. യൂണിഫോം അടിക്കും അല്ലേ? യൂണിഫോം. അതെ അതെ. കൂടുതലും പോലീസിന്റെ യൂണിഫോം അടിക്കും. അതാ കിടക്കുന്ന യൂണിഫോം. എല്ലാം പോലീസിന്റെ തന്നെ. യൂണിഫോം കൊണ്ടുവരും. ഇത് ആളുകൾ പറയത്തില്ല യൂണിഫോമിനെ ബഹുമാനിക്കണം. അതോ യൂണിഫോമിനെ ബഹുമാനിക്കണം. ഇവിടെ തച്ചിട്ടാലും ശരി. അപ്പോ അടുത്ത് തന്നെ വീട്? എത്ര മണി മുതൽ എത്ര മണി വരെ ഉണ്ട് കട? ഞാൻ കാലത്ത് 9 മണിക്ക് തുറക്കും, രാത്രി 9 മണിക്ക് അടയ്ക്കും. 12 മണിക്കൂർ ഡ്യൂട്ടി. അതിന് മുമ്പോട്ടും ഇല്ല പുറകോട്ടും ഇല്ല. പിന്നെ ഞായറാഴ്ച തുറക്കും. അതിന് എന്ത് സംഭവിച്ചു? ഞാൻ പള്ളിയിൽ പോണ ആളാണ്. പോകില്ല. ഉച്ചവരെ പള്ളിയിലായിരിക്കും. അതെ, ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചൊന്ന് വിശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നെല്ലാം കഴിച്ചിട്ട് ഉറങ്ങും. വൈകുന്നേരം ഭാര്യയായിട്ടൊന്ന് കറങ്ങാനോ സിനിമയ്ക്കും എല്ലാം പോകും. നല്ല പരിപാടി. ഭാര്യ മോളെ വീട്ടിലാണ്. അതിപ്പോ മുമ്പ് ആദ്യകാലത്തൊക്കെ അവൾക്ക് 2 കൊച്ചു പിള്ളേരാണ്. മൂത്താൾക്ക് അവളാണ് സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ പിള്ളേരെ നോക്കാൻ ആളില്ല. അതുകൊണ്ട് അവിടെ നിൽക്കാൻ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഈ നെയ്യാറ്റിൻകരക്കാരനായതിൽ അഭിമാനം ഉണ്ടോ ഇല്ലയോ? അഭിമാനമുണ്ട്. എന്തുകൊണ്ട്? യാതൊരു കാര്യത്തിലായിരുന്നു. നല്ല ആളുകളാണ് ഇവിടെ ഉള്ളത്. ആളുകളൊന്നും കുഴപ്പമില്ല. പിന്നെ പണ്ട് രാജഭരണകാലത്ത് 35 വർഷം വരെ ആയി. നമുക്ക് ഒരു കുഴപ്പമില്ല. ആളുകളുമായിട്ട് നമുക്ക് ഒരു ശല്യമില്ല.
നമ്മളും ആളുകളെ ശല്യപ്പെടുത്താൻ പോകും. അല്ല എങ്ങനെ നമ്മൾ ഈ പാവം വരിക, ജോലി ചെയ്യുക, പൈസ വാങ്ങിക്കാൻ പോകും. അത്രേ ഉള്ളൂ. ഈ കത്രിയൊക്കെ അപ്പോഴേ ഉള്ളത് തന്നെ ഉണ്ടാവും. 35 വർഷം പഴക്കമുള്ള കത്രികയാണിത്. ഞാനും കുറച്ചാൾ കത്രിക പിടിച്ചോണ്ട് നടന്നാണിത്. പക്ഷെ തയ്യക്കാരൻ്റെ കാലല്ല ഇത്. തേഞ്ഞു ചെയ്യണ്ട. എന്റെ ഒരു കൂട്ടുകാരൻ വെൽഡ് ചെയ്ത് ശരിയായിക്കൊണ്ട് തന്നു. 35 വർഷം കൊണ്ട് കട്ട് ചെയ്യുന്ന സാധനമാണ്. കട്ട് ചെയ്യുന്നത് അതാണ് ഈ ഇവിടെ തേഞ്ഞു പോയി. അത് പൊട്ടാറായപ്പോ അവൻ പറഞ്ഞ് മാമ ഞാൻ വെൽഡ് ചെയ്ത് ശരിയായി കൊണ്ടുവരാം. അങ്ങനെ ശരിയായി കൊണ്ടുവന്നതാണ്. 35 വർഷമായിട്ട് മറ്റേ പലരും ഉടവാളൊക്കെ ഊരി കളയത്തില്ല എന്ന് പറയുന്ന പോലെ 35 വർഷമായിട്ട് ഈ മരകായുധം കൈ കൊണ്ട് നടക്കുകയാണ്. കൈ കണ്ടില്ല ആണ് കത്തിനെ പിടിച്ച് കയ്യിൽ തഴമ്പ് കണ്ടോ? ഓ എത്ര ഷർട്ടും ഒക്കെ തച്ച കൈയാണ്. അതൊക്കെ അധ്വാനിക്കുന്ന മനുഷ്യർ. അങ്ങനെയുള്ള ഈ ജീവിതം അധ്വാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരെല്ലാം സന്തോഷത്തിൽ പോവുള്ളൂ. കുറുക്ക് വഴിയിലൂടെ പോകുന്നവരൊക്കെ തൽക്കാലവും സന്തോഷിക്കും. പിന്നെ ബ്ലിങ്കോ പ്രായമായാലും ആരെയും ശല്യപ്പെടുത്താൻ നമ്മൾ ജീവിക്കുന്നു. അതെ, മക്കളെയും അതെ മക്കളെയും. അല്ല മക്കള് നമ്മളെ നോക്കേണ്ടവരാണ്. ആര് പറഞ്ഞു? 100 രൂപ താന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആരോഗ്യമുള്ളിടത്തോളം നമ്മൾ ചോദിക്കരുത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എത്തിയാൽ ചിലപ്പോ മക്കളൊക്കെ പറയുന്നത് മതി, അച്ഛൻ മതിയാക്കി ഇത്രയും കാലം ചെയ്ത് മതി. ഞാൻ പറഞ്ഞ എനിക്കിപ്പോ വേറെ കുഴപ്പമൊന്നും ഇല്ല. അതെ അതെ, അസുഖമൊന്നും ഇല്ല, മരുന്ന് കഴിക്കുന്നില്ല ഇപ്പോഴും. ഒരു മരുന്നും കഴിക്കുന്നില്ല. ഞാൻ രാവിലെ വന്ന് കൃത്യനിഷ്ഠയായിട്ട് അങ്ങ് പോണ്. കാലത്തെ കുളിച്ച് കാപ്പി കുടിച്ച് വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരും. അതോ ചോറ് കൊണ്ടുവച്ചിരിക്കുന്നു. ഒരു 3 മണിക്ക് കഴിക്കും. അപ്പോഴേ ഉള്ളൂ. അതാണ് ശീലം. 3 മണിക്ക് കഴിക്കും. ഞങ്ങളൊക്കെ കഴിഞ്ഞു. 1 മണിക്ക് നമ്മൾ കഴിഞ്ഞു. ഇത് നമ്മളെല്ലാം പഠിക്കേണ്ട ചില പാഠങ്ങൾ ഇത്തരം കാഴ്ചകളിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. 35 വർഷമായിട്ട് ഇപ്പൊ തയ്യൽ ജോലി അല്ലെങ്കിൽ മറ്റു കൂലിപ്പണി അല്ലെങ്കിൽ സാറേ ഞാൻ എൻ്റെ 1 സെന്റ് സ്ഥലം പോലും ഇല്ലായിരുന്നു എനിക്ക്. സ്വന്തമായിട്ട് 30 സെന്റ് സ്ഥലവും വാങ്ങിച്ചു. നല്ലൊരു വീട് വെച്ചു. ഇതെല്ലാം തയ്യല്. എല്ലാം തയ്യലിൽ തന്നെ. നല്ലൊരു വീട് വന്ന് 1200 സ്ക്വയർ ഫീറ്റ്. നല്ലൊരു കെട്ടിടം വെച്ചു. ഇതൊക്കെ സാധിക്കുള്ളൂ. പിന്നെ പിള്ളേരെ പഠിപ്പിക്കണ്ടേ? നല്ല രീതിയിൽ പഠിപ്പിച്ചു. അവർ രണ്ടുപേരും കെട്ടിച്ചയക്കണ്ടേ? കെട്ടിച്ചയച്ചു. അതിനൊക്കെ ചെലവ് വേണ്ടേ? അതെല്ലാം ഇതിൽ തന്നെ. ഇപ്പൊ കടമൊന്നും ഇല്ലല്ലോ. നമ്മള് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്, ഈ നാടിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ആക്രാന്തപ്പെട്ട് പണിയില്ലെന്ന് പറഞ്ഞ് നടക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയി ദുബായിലോ കാനഡയിലോ പോയാലോ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്ത് ജോലി അത്യാഗ്രഹം സാറേ. ഇവിടെ ഞാൻ കടയിട്ട സമയത്ത് ഒരു ഷർട്ട് വെച്ചാൽ കിട്ടുന്നത് എത്രയെന്നറിയാം? 7 രൂപ. 35 വർഷം മുമ്പ് 7 രൂപയാണ് ഒരു ഷർട്ട് വെച്ചാൽ കിട്ടുന്നത്. 7 രൂപയ്ക്കാണ് ഞാൻ തച്ചു കൊടുക്കുന്നത് അന്ന്. ഇന്നിപ്പോ എത്ര കിട്ടുമെന്നറിയാം? 250 രൂപ വാങ്ങിക്കാണ് ഒരു ഷർട്ട്. അത് ഞാൻ കുറച്ചാണ് വാങ്ങിക്കുന്നത്. ചില ആളുകൾ 275 വാങ്ങിക്കും. ഞാൻ എപ്പോഴും ശകലം കുറച്ചേ വാങ്ങിക്കും. അവര് 300 ആക്കുമ്പോൾ നമ്മൾ 270. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പാഠമാക്കേണ്ട ആളുകളാണ്. ഇത് പറഞ്ഞില്ലേ 30 സെന്റ് വസ്തു. അത് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തെന്ന് പറയാം. നെയ്യാറ്റിൻകര ഇന്ന് എന്താണ് സ്ഥലം? തിരുവനന്തപുരം കഴിഞ്ഞാൽ അടുത്ത വലിയ ടൗൺ ആണ്. ഞാൻ മാറ്റപ്പോ 500 രൂപ വേണ്ട സെന്റിന്. 4 ലക്ഷം രൂപ സെന്റ്. എത്ര ഇരട്ടി കൂടി? കൊച്ചുമോക്കാണ് എഴുതി കൊടുത്തത്. കൊച്ചുമോക്ക് കൊടുത്തും കഴിഞ്ഞു. വീട് എഴുതി കൊടുത്തു. കൊടുക്കാനുള്ള എല്ലാ ക്ലിയർ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നമ്മള് തനി. ഇനി നമ്മള് സ്വർഗം പോകിയാ മതി. പോയി ഉടനെ പോകരുത്. ഇവിടെ ഇനി എത്ര പേർക്ക് വസ്ത്രം തുന്നി കൊടുക്കാനുണ്ട്. അപ്പൊ ഇനി ഇതാണ് പറഞ്ഞു വന്നത്. ഇത്രയേ ഉള്ളൂ. ഓരോ ജീവിതങ്ങളിലും നമുക്ക് പഠിക്കാൻ ഓരോന്നുണ്ട്. ഓരോ നന്മകൾ പറിച്ചെടുക്കണം അവരിൽ നിന്ന്. ആ പറിച്ചെടുക്കുന്ന നന്മകൾ നമ്മളിലേക്ക് സ്വാംശീകരിക്കണം. അത്രയേ ഉള്ളൂ. സമ്പാദ്യം വിദ്യാഭ്യാസം തന്നെ സാറേ. നമ്മളെ മക്കളെ ഒരു 10 ഏക്കർ സ്ഥലം മാറ്റിയിട്ട് കാര്യമില്ല. അവിടെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് അവര് കണ്ടെത്തും. എന്ത് ചെയ്യണമെന്ന് അവര് കണ്ടെത്തും. തീർച്ചയായിട്ടും. എന്റെ മോളെ ഞാൻ അവള് നല്ല പഠിക്കുമായിരുന്നു. പിന്നെ വലിയ പൈസ ട്യൂഷനൊന്നും ഇല്ലാതെയാണ് അവള് പഠിച്ചത്. എന്നോട് പറയും അച്ഛന് അതിനുള്ള പൈസ ഇല്ല, ട്യൂഷൻ വേണ്ട, എനിക്ക് പഠിപ്പിക്കുന്നിടത്തുള്ള പഠിത്തം മതി, ഞാൻ ബാക്കി വീട്ടിൽ നിന്ന് പഠിച്ചോളാം, വീട്ടിൽ ഇരുന്ന് ഞാൻ പഠിച്ചോളാം. അങ്ങനെ പഠിച്ച കൊച്ചാണ്. അതൊക്കെയല്ലേ ചേട്ടാ നമ്മുടെ സമ്പാദ്യം. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ 5 ഏക്കർ സ്ഥലം മാറ്റിയിട്ട് കാര്യമില്ല. ഇതുപോലെ വരുമാനം കിട്ടുമോ? ഇല്ല, കിട്ടില്ല. മാസം തോറും അവള് ശമ്പളം വാങ്ങിക്കുന്നത്
എത്രയും നൽകാം. ഒരു വർഷമാകുമ്പോൾ 60-70 രൂപയ്ക്കകത്ത് അവർക്ക് ശമ്പളം ഉണ്ട്. അതെ അതെ. ഒരു വർഷം എത്ര വർഷങ്ങൾ പിന്നെ പെൻഷൻ ജീവിതം നമ്മൾ 5 ഏക്കർ സ്ഥലം മാറ്റിയിട്ട് അതുപോലെ വരുമാനം ഉണ്ടാവും. ഒന്നുമില്ല. വിദ്യാഭ്യാസം ജയിക്കാൻ ഒന്നുമില്ല. അതെ അതെ. എവിടെ പയ്യാലും ഞാൻ കൂടെ പയ്യ അവള് എൻ്റെ അടുത്ത് പറയാൻ അച്ഛനില്ലേ ഞാൻ ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അതാണ് നമുക്ക് അവർ ചോദിക്കുന്ന മറുപടി നമുക്ക് പറയാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ അവക്കാണെങ്കിൽ പറയാം, അതെ, എന്ത് ചോദിച്ചാലും പറയാനുള്ള കഴിവുണ്ട്, അതിനുള്ള വിദ്യാഭ്യാസമുണ്ട്. ആ അതുകൊണ്ട് അച്ഛനില്ല ഞാൻ ചോദിച്ചിട്ട് വരാന്ന് പറയും. അതാണ് മിടുക്കികളായിട്ടുള്ള 2 മക്കള്. ഇതൊക്കെ തന്നെയാണ് ചേട്ടാ ജീവിതത്തിൽ സമ്പാദ്യം. എന്നിട്ട് നല്ല 2 സൗഹൃദങ്ങൾ. ഈ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ വന്ന് 2 വർത്തമാനം പറയാനായിട്ട് ആരെങ്കിലും 2 പേര് വരുന്നുണ്ട്. ശരി. ഇതൊക്കെയാണ് ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ. ഈ സമ്പാദ്യങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞാൽ പണം ഒന്നും അല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. പണം വേണം, അല്ല ആവശ്യത്തിന് നമുക്ക് വേണം. അതെ, അധിക സമ്പാദ്യം പാടില്ല. ആരെയും മുമ്പിൽ കൈ നീട്ടാൻ നമ്മൾ ജീവിക്കണം. അത്രേ ഉള്ളൂ. നമുക്കിപ്പോ ആഡംബരം ഒന്നും വേണ്ട. ഭയങ്കര പ്ലെയിനിൽ എനിക്ക് പറക്കണം, ന്യായമായിട്ടുള്ള രീതിയിൽ പോവുക. അതെ അതെ. അപ്പോൾ സന്തോഷം. നമുക്ക് ഇത്തരം കാഴ്ചകളുമായിട്ട് ഇനി കാണണ്ടേ? നമുക്ക് നാളെ. വസ്ത്രങ്ങൾ എപ്പോഴും ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരുവളുടെ ആത്മവിശ്വാസമാണ്. അത് തുണിയുടെ വിലയോ പകിട്ടോ എന്നതിനപ്പുറം തൻ്റെ അളവുകൾക്കനുസരിച്ച് അനുയോജ്യമായ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം വലുതാണ്. അങ്ങനെ 35 വർഷങ്ങൾ കൊണ്ട് തുന്നിയെടുത്തത് നിരവധി വസ്ത്രങ്ങളല്ല, അതിനുമപ്പുറം ഒരുപാട് ആത്മവിശ്വാസങ്ങളാണ്. തൻ്റെ ജീവിതത്തിൽ താൻ നേടിയതും അത്തരം ആത്മവിശ്വാസം തന്നെയാണ്. 35 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ തുന്നൽ ജീവിതം തുടങ്ങിയപ്പോൾ തന്നോടൊപ്പം കൂടിയ കത്രിക കയ്യിലെടുത്ത് തഴമ്പ് പിടിച്ച കൈകൾ കൊണ്ട് കൃത്യതയോടെ തുണിയിലൂടെ ഓടിക്കുമ്പോൾ നാളത്തെ മനോഹരമായ ഒരു വസ്ത്രം പിറവിയെടുക്കുന്നു. അധ്വാനിക്കുന്ന, സത്യസന്ധമായി ജീവിക്കുന്ന രഘുനാഥൻ ചേട്ടനെ പോലുള്ളവരോട് ഉള്ള ബഹുമാനം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. ചേട്ടാ.